ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിംഗ്. ഇറ്റ്സ് മീ അനസുദ്ദീൻ സാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം. മക്കളെ, ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫംഗ്ഷൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എല്ലാവരും പഠിപ്പിച്ച് കഴിഞ്ഞ ഒരു ചാപ്റ്ററാണ് യുവ ബാച്ചിലാണെങ്കിൽ. അപ്പം അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതേ സെയിം കോൺസെപ്റ്റ് ആണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഫംഗ്ഷന്റെ അതേ കോൺസെപ്റ്റ് ആണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയാം മക്കളെ? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രോഗ്രാമിനെ എടുത്തിട്ടാണെങ്കിൽ കുഞ്ഞു സബ് പ്രോഗ്രാംസ് ആക്കി മാറ്റുന്നു. എന്നിട്ട് ആ സബ് പ്രോബ്ലംസിലാണെങ്കിൽ സെപ്പറേറ്റ് പ്രോഗ്രാംസ് ആയിട്ട് റൈറ്റ് ചെയ്യുന്ന ശേഷമാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നു. ഇതാണ് എന്ത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയല്ലേ. ഒരു ലാർജ് പ്രോഗ്രാമിനെ ആണെങ്കിൽ സ്മോൾ സബ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ സബ് പ്രോബ്ലംസ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണെങ്കിൽ ആ ഓരോ പ്രോബ്ലത്തിനാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്ന ശേഷമാണെങ്കിൽ അതിനെ സോൾവ് ചെയ്യുന്നു. ഈ ഒരു ടെക്നിക്കാണ് മക്കളെ എന്ത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഫംഗ്ഷനും പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്ത് പറയാം? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നമുക്കൊരു വലിയൊരു പ്രോഗ്രാമിനകത്താണെങ്കിൽ കുഞ്ഞു ഫംഗ്ഷൻസുകളുണ്ട്. അതായത് ഒരു ഫംഗ്ഷനകത്താണെങ്കിൽ ഇഷ്ടംപോലെ കോഡുകൾ കാണും. നമുക്ക് ആ ഫംഗ്ഷനൊക്കെ എന്തുവാണ് മറ്റ് പ്രോഗ്രാംസിലൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഈ മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ എന്ത് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മുടെ ഈ പറഞ്ഞ പ്ലസ് ടു കൊമേഴ്സിലെ ഈ പറഞ്ഞ ഫംഗ്ഷന് മുന്നായിട്ട് ഫംഗ്ഷൻ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കുന്നതിന് മുന്നായിട്ട് ആ ചാപ്റ്റർ തുടക്കം എന്ത് പഠിക്കുന്നത്? മോഡുലാർ പ്രോഗ്രാം പഠിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഫംഗ്ഷൻ എന്താണ്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കുറെ കുഞ്ഞു കോഡ്സിനെ എല്ലാം നമ്മൾ ഒരു കൂട്ടി വെച്ചിട്ടാണെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി വെക്കുന്നതാണ് എന്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഫംഗ്ഷനകത്താണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹാഷുള്ള IO സ്ട്രിംഗ് കൂട്ടത്തെയോ അല്ലെങ്കിൽ നമുക്ക് CO സീൻ പോലത്തെയോ അല്ലെങ്കിൽ മറ്റു ഓപ്പറേഷൻസിന്റെ ഒക്കെ ആണെങ്കിൽ ഫംഗ്ഷൻസുകൾ അടങ്ങും, അല്ലെങ്കിൽ കുറെ കോഡുകൾ അടങ്ങും. അപ്പൊ ആ കോഡുകൾ അടങ്ങുന്നതാണ് മക്കളെ എന്ത് ഈ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാലോ. ക്ലിയർ? യെസ്. അപ്പം ഇതാണ് മക്കളെ എന്ത് ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷൻ എത്ര ടൈപ്സ് ഉണ്ട്? ഫംഗ്ഷൻ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് എത്ര കൺസെപ്റ്റ് ആണ്? ഫംഗ്ഷൻ നമുക്ക് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്നും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് സാറേ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഈ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ കുറെ ഫംഗ്ഷൻ നമ്മൾ സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അല്ലാതെ റെഡിമെയ്ഡ് ഫംഗ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ ഷർട്ടൊക്കെ മേടിക്കുന്ന എന്താ മക്കളെ? നിങ്ങൾ റെഡിമെയ്ഡ് ഷർട്ട് ആയിരിക്കും അല്ലേ? നിങ്ങൾക്കാണെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ ആരെങ്കിലും റെഡിമെയ്ഡ് ആയിട്ട് തയ്ച്ച് വെച്ചേക്കുന്ന ഒരു ഐറ്റമാണ് മക്കളെ നിങ്ങൾ ഇടുന്നത്. പലപ്പോഴും ഇടാറുള്ളത്, ചിലപ്പോൾ മാത്രമേ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ എന്താണ് നിങ്ങൾ റെഡിമെയ്ഡ് പെട്ടെന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണെങ്കിൽ ചെയ്തു വെച്ചേക്കുന്ന മക്കളെ എന്താ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. പെട്ടെന്ന് ഇപ്പൊ എന്താണ് എനിക്ക് സം കാണാം, സം ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഒരു സ്ട്രിങ്ങിന് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് കാണാം, ലെൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു നമ്പറെ സ്ക്വയർ റൂട്ട് കാണാം. ഇതിനകത്ത് SQRT ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അത് കാണാം, അത് ഉപയോഗിച്ച് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഡിമെയ്ഡ് ഫംഗ്ഷൻസുകൾ മക്കളെ എന്താ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. നെക്സ്റ്റ് എടുത്ത് നോക്കാം. എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്? എന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂസറിന് സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണെന്ത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒരു യൂസറിന് സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു പ്രോഗ്രാമർ ആണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമർ സ്വന്തമായിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം എങ്കിൽ അതിനെന്ന് വിളിക്കാം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എന്താ പറയാ, അപ്പൊ ഈ പറഞ്ഞ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. നമ്മുടെ റിയൽ ലൈഫ് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഡ്രസ്സ് ഞാൻ തയ്ച്ചിടുകയാണെങ്കിൽ അതെന്താണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് സ്വന്തമായിട്ട് കുറെ ഇഷ്ടംപോലെ കോഡുകളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യാം. നമ്മുടെ വൃത്തിക്ക് അനുസരിച്ച് നമുക്ക് അടുത്ത കോഡുകൾ ആഡ് ചെയ്യാം, കമാൻഡ്സുകളെല്ലാം ആഡ് ചെയ്യാം. അങ്ങനെ അവർ പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അപ്പൊ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനും ആണെങ്കിൽ വിശദമായിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് മക്കളെ എന്ത് ഈ പറഞ്ഞ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ പറഞ്ഞ ഓണം എക്സാമിന് ടോപ്പിക് ആയിട്ട് അല്ലെങ്കിൽ എക്സാമിന് വരുന്ന ടോപ്പിക്സുകളെല്ലാം ഈ 4 ചാപ്റ്റേഴ്സിലെയാണ്. ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സ് റിവ്യൂ C++ പ്രോഗ്രാമിംഗ്, അറേസ്, ഫംഗ്ഷൻസ്, വെബ് ടെക്നോളജി. ഓക്കെ, അപ്പൊ കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗയ്സ്, ബൈ.